യേശുവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണീർ ഞാൻ ദർശിച്ചു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും നിന്റെ നഗരത്തെ അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ രക്ഷിക്കുകയും ഈ നഗരം സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഹെസക്കിയായോട് യെശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്ത തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, മരണത്തെപ്പോലും മാറ്റി നിർത്തുവാൻ കഴിവുള്ള അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. യെശയ്യാ പ്രവാചകനെ കർത്താവ് അയക്കുന്നു. നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചു. അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും ഞാൻ അനുവർത്തിച്ചിരുന്നു. അതുകൊണ്ട് എന്നെ അനുസ്മരിക്കണം. ഹെസക്കിയായ കർത്താവ് അനുസ്മരിച്ചുകൊണ്ട് 15 വർഷം കൂടി അവൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചുകൊണ്ടു. ജീവൻ്റെയും ആയുസ്സിൻ്റെയും ഉടയവനാണ് കർത്താവ്. നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് അവിടെ നിൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ അരുൾ ചെയ്യുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് അവിടത്തോടുള്ള വിശ്വസ്തത നാം പുലർത്തുമ്പോഴാണ്. ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ചില നിയമങ്ങളും ചില ആചാരങ്ങളും കർക്കശമായിട്ട് നമ്മൾ പാലിക്കാനായിട്ട് പരിശ്രമിക്കും. എന്നാൽ കർത്താവ് പറയുന്ന ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കും. മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ആചാരം അനുഷ്ഠിക്കുക, ഈ ആചാരം അനുഷ്ഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞവരെ കുറ്റം വിധിക്കുമ്പോൾ നീ ഓർക്കുക, നീ നഷ്ടപ്പെടുത്തുന്നത് ദൈവകൃപയാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാൻ കർത്താവെ. അഗസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തെ സ്നേഹിക്കാതെ ഒരു നിമിഷം ഞാൻ ജീവിക്കുകയില്ല. സ്നേഹിക്കുന്നവൻ സഹിക്കുന്നില്ല, അഥവാ സഹിക്കുന്നെങ്കിൽ ആ സഹനത്തെ സ്നേഹിക്കുന്നു. കർത്താവെ, എൻ്റെ സഹനങ്ങളെയെല്ലാം നീ നൽകുന്നതാണെന്നും ആ സഹനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും നീ എന്നെ മറക്കുന്നില്ല എന്നും നിന്നെ സ്നേഹിക്കാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവെ, രോഗികളായിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കും. ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, തളർന്നു കിടക്കുന്ന രോഗികളായിട്ടുള്ളവർ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, ഓപ്പറേഷന് വിധേയരാകുന്നവർ, കർത്താവെ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാ, പകർച്ചവ്യാധികളാൽ വലയുന്ന ജനം, എലിപ്പനി, മറ്റ് പല വിധത്തിലുള്ള ഡെങ്കിപ്പനികളും ഒക്കെയായി കഴിയുന്ന എല്ലാവരെയും നീ തൊട്ട് സുഖപ്പെടുത്തണമേ. പകർച്ചവ്യാധികളെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കൃപയും അനുഗ്രഹവും ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കും, നിൻ്റെ കൃപയാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ആത്മാവിൻ്റെ നിറവിനാൽ നയിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആരാധനയിൽ പങ്കുചേരുന്ന സർവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ബന്ധനമഴിക്കുകയും
അങ്ങയുടെ ശക്തി അവരിലേക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.